നമസ്കാരം. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമൂഹം പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA JRC ചാലക്കുടി ഉപജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന EB ഫൈസൽ സാംസ്കാരിക പുരസ്കാരം ഡോക്ടർ വത്സലൻ വാതുശ്ശേരിക്ക്. ഫെബ്രുവരി 17-ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അതുപോലെ ഉപജീവനം കഴിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ടെലിവിഷൻ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ വാർത്ത കാണാൻ നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ ടെലിവിഷൻ മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണുകളിലാണ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ലുലു മാളിൽ സന്ദർശനത്തിന് വന്ന ഒരു കൊച്ചുകുട്ടിയും യൂസഫലിയും തമ്മിലുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിൽക്കുന്ന ഒരു വേദിയുടെ മുമ്പിൽ നിന്ന് യൂസഫലി ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ്സ് എടുത്തു. ആ കുട്ടി ടോയ്സിലേക്കല്ല വിരലിച്ചുകൊണ്ടിരുന്നത്. 3 വയസ്സുള്ള കുട്ടി അതിന് ഇപ്പുറത്തെ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഐഫോണിലേക്കാണ് വിരലിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? യൂസഫലി ആയതുകൊണ്ട് ഐഫോൺ വാച്ച് അപ്പഴേ കൊടുക്കുന്നത്. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു ആ പടം. അതാണ് 2K ജെൻസിയുടെ കാഴ്ചപ്പാട്. ജില്ലാ പ്രസിഡന്റ് മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. ആന്റണി, KCCL MD PP സുരേഷ് കുമാർ, ബിജുകുമാർ, CG ജോസ്, പോൾ ജേക്കബ്, KV രാജൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. നാളെ നടക്കുന്ന പൊതുസമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മണലൂർ MLA മുരളി പെരുന്നെല്ലി മുഖ്യാതിഥിയാകും. വിദ്യാർത്ഥി സമൂഹം പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ജൂനിയർ റെഡ് ക്രോസ് എന്നും സമൂഹത്തിന് മാതൃകയാണെന്നും സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ JRC ചാലക്കുടി ഉപജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂനിയർ റെഡ് ക്രോസ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ M. കുമാർ അധ്യക്ഷനായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി ഉപജില്ല JRC കോർഡിനേറ്റർ മനു മോഹൻ, KK താജുദ്ദീൻ, PD ബൈജു, CB സുനിതാദേവി എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സനീഷ് ബാബു സെമിനാറിന് നേതൃത്വം നൽകി. സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന EB ഫൈസലിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാംസ്കാരിക പുരസ്കാരം എഴുത്തുകാരനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ വത്സലൻ വാതുശ്ശേരിക്ക്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. EM സതീശൻ, UT പ്രേംനാഥ്, സുധീർ ഗോപിനാഥ് എന്നിവർ അംഗങ്ങളായ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഫെബ്രുവരി 17-ന് വൈകിട്ട് 5 മണിക്ക് കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആനയോട്ടം നടന്നു. കൊമ്പൻ തടത്താവിള സുരേഷ് ഒന്നാമതെത്തി. ഇതോടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ആൽത്തറയിൽ നിന്ന് ആരംഭിച്ച ആനയോട്ടത്തിൽ മൂത്തകുന്നം പത്മനാഭൻ, ഊട്ടോളി മഹാദേവൻ എന്നീ ആനകളും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഭഗവതി പിതാവായ തിരുവഞ്ചിക്കുളത്തപ്പന്റെ ഉത്സവ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ ശ്രീ കുരുമ്പക്കാവിൽ നിന്ന് എഴുന്നള്ളി എത്തുന്നതിനെ അനുസ്മരിച്ചാണ് ആനയോട്ടം നടത്തുന്നത്. തുടർന്ന് നടന്ന കൊടിയേറ്റത്തിന് തന്ത്രി കുന്നത്ത് പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനായി.
KPMS തിരുത്തുമുറി ശാഖാ വാർഷികം ആഘോഷിച്ചു. സരോജിനി പേങ്ങൻ പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി വി ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളും അതുപോലെയുള്ള ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടങ്ങളിലും സമഗ്രമായിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. മഹാത്മാ അയ്യങ്കാളി പ്രജാസഭ ആദ്യമായി പ്രജാസഭയിലേക്ക് കടന്നു വന്നു 1911 നവംബർ മാസം 5-ാം തീയതി അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു. അദ്ദേഹം 12-ാം തീയതി സഭയിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, കേരളത്തിലെ, അന്ന് കേരളം എന്ന് പറഞ്ഞിട്ടില്ല, തിരുവിതാംകൂറിലുള്ള മുഴുവൻ അധസ്ഥിത ജന വിഭാഗങ്ങൾക്കും പുതുവൽ ഭൂമി പതിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള ഭൂമി വേണം, അതുപോലെ തന്നെ വിദ്യ വേണം, ഭൂമി വേണം, തൊഴിൽ വേണം. ഈ ആവശ്യങ്ങളിലാണ് പ്രധാനമായിട്ടും അന്നത്തെ മഹാരാജാവിനോട് അദ്ദേഹം ഉണർത്തിച്ചത്. ശാഖാ പ്രസിഡന്റ് MK അശോകൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, വാർഡ് മെമ്പർ സുജാത വിജയൻ, ശാഖാ മുഖ്യ രക്ഷാധികാരി സരോജിനി പേങ്ങൻ എന്നിവരെ ആദരിച്ചു. VM ഭാരതി, കുഞ്ഞപ്പൻ ശാന്തി, KS കിഷോർ, സുസ്മിത വിജയൻ, സിജു മാരാത്ത്, സുബ്രഹ്മണ്യൻ, രാജൻ പാപ്പാളി, വി ബാബു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സമൂഹം പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA JRC ചാലക്കുടി ഉപജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന EB ഫൈസൽ സാംസ്കാരിക പുരസ്കാരം ഡോക്ടർ വത്സലൻ വാതുശ്ശേരിക്ക്. ഫെബ്രുവരി 17-ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.